ഇത്ര താമസിച്ച വീട്ടിൽ കള്ളം പറഞ്ഞിറങ്ങണ്ടേ? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു. അമ്മ 100 ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ ട്യൂഷൻ പോണെന്ന് പറഞ്ഞ ഇറങ്ങി വന്നു. ഞാൻ പിന്നെ വീട്ടിലത് പറഞ്ഞിരുന്ന കാര്യം വീട്ടിലെല്ലാവർക്കും സമ്മതം. അതെന്തൊക്കെ നമ്മുടെ ഐസ് വീട്ടില് ഇയാളുടെ ഐസ് വീട്ടിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഐസ് വീട്ടില് ചേട്ടൻ ഫോൺ നോക്കി ചെക്ക് ചെയ്ത് അമ്മയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡൗട്ട് ഉണ്ട് അമ്മക്ക്. ആ ചേട്ടനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് പേടിയാവുന്നുണ്ട്. കാരണം പിടിച്ചാ വീട്ടിലെ എന്റെ വീട്ടിൽ ഇതൊക്കെ തന്നെ അവസ്ഥ. പെങ്ങള് ഭയങ്കര സീനാ. ഫോൺ നോക്കുന്നത് പരിശോധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വീട്ടിലെ പെങ്ങളും. പെങ്ങള് ഭയങ്കര കമ്പനിയാണോ നിങ്ങള്? പെങ്ങള് എന്തോ ചുറ്റിക്കളിയും കാര്യങ്ങളായി ഫോണിലേക്ക് ചുറ്റിക്കളിയും പെങ്ങൾ കുറഞ്ഞവരായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ് കൂട്ടാനോട് വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ തടിതപ്പോണ്. ഞാൻ വീട്ടില് പെങ്ങളുടെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മ കുഴപ്പമില്ല, സീനില്ല, പാവമാണ്. അച്ഛനാണെങ്കിൽ എന്നെ പറ്റി അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അമ്മ ചെറുതായിട്ട് സൂചന കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇയാളുടെ വീട്ടിലാ സൂചന കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞ എന്നെ ഇനി പഠിക്കാൻ വരില്ല. ട്യൂഷൻ പോണെന്ന് പറഞ്ഞിട്ടാ ഞാനിപ്പോ ഇറങ്ങി വന്നേക്കണത്. എങ്ങാനും എന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് എല്ലാ ഇതും അങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും കുടിച്ചാലോ? എന്നാല് തണുപ്പെന്തെങ്കിലും ചൂടെടുക്കുന്നുണ്ടല്ലേ? ഓക്കെ, മേടിച്ചിട്ട് വരാം. താങ്ക് യു. ഒരെണ്ണം മേടിച്ചോളൂ. ചേട്ടൻ കുടിച്ചേർന്ന ചേട്ടാ, എന്താ ചേട്ടാ പ്രശ്നം? പൊടി കളിക്കുന്നു. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷോട്ട് പോയിക്കോ. നിങ്ങളുടെ പോയിക്കോ. ഈ ചതിയന്മാരുടെ കൂടെ നടക്കല്ലേ? ബജാരത്തൊക്കെ ജീവിക്കാൻ നോക്കും. അവര് പ്രാന്താണ്. കൊടുക്കുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല. അവര് പ്രാന്താണ്. കള്ളം പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നീ എന്റെ പുറകെ വരണ്ട. അവര് പ്രാന്താണ്. ഇനി എന്റെ പുറകെ വരണ്ട. നീ എനിക്കൊന്നും കേൾക്കണ്ട. ഇനി നീ എന്നോടൊന്നും പറയണ്ട. നീയാണ് കള്ളൻ. അവന് പ്രാന്താണ്. നിനക്കാണ് പ്രാന്ത്. ഇവനെ കൊന്നു കളഞ്ഞേക്ക്.